ഇത് ഈ കൂട്ടം കൂടി നിൽക്കുന്ന ചെടിയുടെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ശരിക്കും ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. ഇത് ചെടി മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ ചീരത്തോരനൊക്കെ വെക്കാറില്ലേ, അതുപോലെ തോരൻ വെക്കാനും കൊള്ളാം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും ഒരു പരീക്ഷണം അങ്ങ് നടത്തി. ഈ ഇല കൊണ്ട് തോരൻ വെക്കാമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി മമ്മിയും കൊച്ചും ഇത് ഇലയൊക്കെ പറിച്ചു തന്നു. അപ്പോൾ ഇത് ഇലയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മൂത്ത തണ്ടുണ്ടെങ്കിൽ ഇതുപോലെ അടത്തി കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ആവി വരുന്നത് വരെ വേവിക്കാം. അപ്പോൾ ഇത് ആവി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ തന്നെ കടുക് താളിച്ച് വെച്ചിരുന്നു, അതുകൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പോകുന്നത് വരെ ഒന്ന് തുറന്ന് വെച്ച് വേവിക്കണം. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു ഈ ഇലത്തോരന്. നമ്മൾ ഒറിജിനൽ ചീരത്തോരനൊക്കെ കഴിക്കില്ലേ, അതിൽ നല്ല ടേസ്റ്റായിരുന്നു ഈ ഇലത്തോരന്. അതുപോലെ തന്നെ ഒരുപാട് ഗുണമുണ്ട് ഈ ഇലയ്ക്കെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചെടിയായിട്ടും ചീരയായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഈ ഇലയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.